ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചരിത്ര പ്രാധാന്യമുള്ള അമൂല്യ കാഴ്ചകളാണ്. ഇവ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താലയിലാണ്. ഈ കാണുന്നത് പറയിപെറ്റ പന്തീരുകുലത്തിലെ മൂത്തപുത്രനായ അഗ്നിഹോത്രിയുടെ ഇല്ലമാണ്. അഗ്നിഹോത്രിയെ എടുത്തു വളർത്തിയത് വാമഞ്ചേരി ഇല്ലക്കാരാണ്. ഇത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ബ്രാഹ്മണ ഇല്ലമായി കണക്കാക്കപ്പെടുന്നു. കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് പ്രകാരം നടത്തിയ പഠനത്തിൽ ഈ ഇല്ലത്തിന് 1400 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നടുമുറ്റത്തെ തറയിൽ ദുർഗയും കാളിയുമടക്കം 3 പ്രതിഷ്ഠയും പടിഞ്ഞാറ്റിനിയിൽ ശാന്തസ്വരൂപിണിയായ ഭദ്രകാളിയും കുടികൊള്ളുന്നു. ഇവിടെ ഇന്നും കിടാവിളക്കായി ദീപം തെളിയിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ ശ്രാദ്ധ ദിനത്തിൽ 11 പേര് ഇവിടെ ഒത്തുകൂടുക പതിവായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഇവിടെ വരുന്നത് പലർക്കും പിടിച്ചിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ അഗ്നിഹോത്രി ഇവ ഉറങ്ങിക്കിടന്ന സമയം നാട്ടുകാരെ വിളിച്ച് കാണിച്ചപ്പോൾ എല്ലാവരുടെയും മുഖത്ത് വിഷ്ണുവിൻ്റെ രൂപമാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോഴാണ് ഇവരുടെ ദൈവിക ശക്തി നാട്ടുകാർ മനസ്സിലാക്കിയത്. ഇപ്പോഴും കാര്യമായ കേടുപാടുകളൊന്നുമില്ലാതെ ഈ ഇല്ലം നിലനിൽക്കുന്നുണ്ട്. ഈ കാണുന്ന തൂണുകളൊക്കെ തൊട്ടു നോക്കിയപ്പോൾ വളരെ സന്തോഷം തോന്നി. തൊട്ടടുത്തു തന്നെയുള്ള മനയിലാണ് പിൻതലമുറക്കാർ താമസിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ മകനായ പാക്കനാരുടെ വിശേഷത്തിലേക്കാണ്. പാക്കനാർ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഈ കാണുന്നത്. വിളിച്ച വിളി കേൾക്കുന്ന ദൂരത്തിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. പാക്കനാരെ എടുത്തു വളർത്തിയത് പറയ സമുദായത്തിൽപ്പെട്ടവരാണ്. ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിൻതലമുറക്കാരാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കാഞ്ഞീരമാണ് പാക്കനാർ കാഞ്ഞീരം എന്നറിയപ്പെടുന്നത്. ഈ കാഞ്ഞീരത്തിന് ഒരു തറയും അതിന് മുന്നിലായി ഒരു ദീപസ്തംഭവും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും അവിടെ ദീപം തെളിയിക്കാം. ക്ഷേത്രത്തിലേക്കുള്ള പൂ പറിക്കാനായി ഭാരതപ്പുഴ നീന്തിക്കടക്കുക പതിവായിരുന്നു. ഒരു ദിവസം പൂ പറിച്ച് വരുമ്പോൾ അവശനായി ഈ കാഞ്ഞീരം നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാഞ്ഞീരവടി പിറകിൽ വെച്ച് ഇരിക്കുകയും അകാലം കൊള്ളുകയും ചെയ്തുവെന്ന് പറയുന്നു. ആ കാഞ്ഞീരവടിയാണ് പിന്നീട് ഈ ഇപ്പോൾ കാണുന്ന കാഞ്ഞീരമരമായി വളർന്നത്. ഭാരതപ്പുഴയുടെ മനോഹരമായ കാഴ്ച അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്.